മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കുറച്ചു മുമ്പ് നമ്മൾ നൽകിയ വാർത്തയുടെ ഒരു വിശദീകരണം ലഭിച്ചിരിക്കുന്നു. കൊച്ചി തേവര കുന്തുരുത്തിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന കണ്ടെത്തൽ. മൃതദേഹം കണ്ടെത്തിയ വീട്ടിലെ ജോർജ് എന്നയാൾ കുറ്റം സമ്മതിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. നിലവിൽ ജോർജ് പോലീസ് കസ്റ്റഡിയിലാണ്. സൗത്ത് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കൊലപ്പെട്ടത് എറണാകുളം സ്വദേശിയെന്ന സംശയം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിനയയാണ്. വിനയ, ഏതാണ് ഈ സ്ത്രീയുടെ മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഈ പ്രതി എന്താണ്? ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണ് വിനയ? രേണുക, പ്രധാനമായും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടത് ഒരു ലൈംഗിക തൊഴിലാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതിനുശേഷം ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് ജോർജ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രതി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ തന്നെ ജോർജിന്റെ വീടിനകത്ത് ധാരാളം രക്തക്കറകളടക്കം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കൊലപ്പെടുത്തിയ ശേഷം ഈ യുവതിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ പാടുകളടക്കം വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ജോർജ് ആദ്യം തനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ സൗത്ത് പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം തേവരയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ശുചീകരണ തൊഴിലാളികളാണ് ഈ ഒരു മൃതദേഹം ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ മൃതദേഹത്തിനു സമീപത്ത് തന്നെ ജോർജ് ഉറങ്ങുന്നതായിരുന്നു ഈ ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഫോട്ടോ എടുക്കുന്നു, കൗൺസിലർക്ക് അയക്കുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ അയൽപ്പക്കക്കാർ അടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ ജോർജ് ഈ വീടുകളിലെത്തുന്നു. വീടുകളിലെത്തിയ ശേഷം ചാക്കുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഈ ചാക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ജോർജ് തന്നെ കടയിൽ പോയി ചാക്ക് വാങ്ങുന്ന ഒരു സ്ഥിതി അടക്കമുണ്ടായിരുന്നു. ഈ കടയിലെ ഉടമയടക്കം പറയുന്നതും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം ഈ ചാക്ക് ഉപയോഗിച്ചാണ് മൃതദേഹം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീടിന് മുന്നിൽ ആയിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നു. ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് സമീപത്ത് തന്നെ ജോർജ് കിടന്നുറങ്ങുന്നു. എന്നാൽ അയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും ഈ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അവരടക്കം തന്നെ പോലീസിന് മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആദ്യം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ല, ഈ സ്ത്രീ ആരാണെന്ന് അറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സൗത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ഈ വിശദമായ ചോദ്യം ചെയ്യലാണ് താൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് കുറ്റം തൊഴിലാളികളാണ് ഈ ഒരു സംഭവം കണ്ടത്. എന്നാലും ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? ഈ ജോർജും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊരു കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ വിനയ? നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു ലൈംഗിക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ജോർജിന്റെ വീട്ടിലേക്ക് ഈ ഒരു യുവതിയെ കൊണ്ടുവന്നത്. പിന്നീട് പണത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഈ തർക്കമാണ് പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. എറണാകുളം സ്വദേശിയാണെന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ ലൈംഗിക തൊഴിലാളിയുടെ പേരെന്താണ് എന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേരോ മറ്റു വിവരങ്ങളോ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ എന്തായാലും ഒരു ലൈംഗിക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ശരി വിനയ, വ്യക്തമായി. കൊച്ചി തേവര കുന്തുരുത്തിയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി എന്നാണ് കണ്ടെത്തൽ. ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീയാണ് ജോർജിന്റെ വീട്ടിൽ വന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജോർജ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്തായാലും സൗത്ത് പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് എറണാകുളം സ്വദേശി എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് വിനയയാണ്.